നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഏത് രാജ്യത്തെയും പ്രവാസികളെ സംബന്ധിച്ച വിമാന ടിക്കറ്റ് നിരക്ക് എന്നത് എന്നും ഒരു പ്രതിസന്ധിയാണ്. സീസൺ അനുസരിച്ച ടിക്കറ്റ് നിരക്കിൽ വലിയ തോതിലുള്ള വർധനവായിരിക്കും ഇവർ വരുത്തുക. ഇതോടെ നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് തിരികെ പോകാൻ കഴിയാതെയോ പ്രവാസികൾ കുടുങ്ങും. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കാനായി ഏതു വഴിയും പ്രവാസികൾ തേടും. ഇത്തരത്തിലുള്ള എളുപ്പവഴി തേടൽ ചിലപ്പോഴൊക്കെ അവർക്ക് അപകടത്തിലേക്കായിരിക്കും എത്തിക്കുക. അത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട കഥയാണ് 100-ലേറെ വരുന്ന കനേഡിയൻ പ്രവാസികൾക്ക് പറയാനുള്ളത്. വില്ലനായി മാറിയതാകട്ടെ ഒരു മലയാളിയും അദ്ദേഹത്തിന്റെ ഭാര്യയും. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു മലയാളി ദമ്പതിമാരുടെ തട്ടിപ്പ്. 350-ലേറെ പ്രവാസി മലയാളികൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച വിവരം പുറത്തു പറഞ്ഞ 341 പേരിൽ നിന്നും മാത്രം 2.62 കോടി രൂപ ഇവർ തട്ടിയെടുത്തെന്നാണ് റിപ്പോർട്ട്. ഡൽഹി, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പ്രധാന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. തട്ടിപ്പ് നടത്തിയവരിലെ ഭർത്താവ് വെളുത്തൂർ സ്വദേശിയും ഭാര്യ കൊല്ലം സ്വദേശിയുമാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് ഇതുവരെ നടന്നിട്ടില്ല. മറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികളെക്കാൾ വലിയ തോതിൽ ഇളവ് നൽകിക്കൊണ്ടായിരുന്നു ഇവരുടെ തട്ടിപ്പ്. പലപ്പോഴും 1/3 നിരക്ക് വരെയായിരുന്നു വാഗ്ദാനം. ടൊറന്റോയിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കെന്ന പേരിലായിരുന്നു ഇവർ ടിക്കറ്റ് ബുക്കിംഗിനായി പണം വാങ്ങിയിരുന്നത്. പ്രമുഖ വിമാന സർവീസുകളിൽ 2 കുട്ടികളും രക്ഷിതാക്കളും അടങ്ങുന്ന 4-അംഗ കുടുംബത്തിന് 2 വശത്തേക്കുമായി 3.30 ലക്ഷം രൂപയ്ക്കായിരുന്നു ഇവർ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തത്. മറ്റുള്ളവർ 9 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് നൽകുന്ന സാഹചര്യത്തിലായിരുന്നു ഇവർ ഇത്രയും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തത്. ആദ്യം ഇവരെ സമീപിച്ച പ്രവാസികളിൽ ചിലർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ചൂണ്ടയായിരുന്നു. കൂടുതൽ പേരെ തങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിരുന്നു തുടക്കത്തിൽ കുറഞ്ഞ നിരക്കിൽ പണം നൽകിയത്. മലയാളികളായ സുഹൃത്തുക്കളിൽ നിന്നും വിവരമറിഞ്ഞ ഇതര സംസ്ഥാനക്കാരും ടിക്കറ്റിനായി പണം നൽകുകയായിരുന്നു. പണം അടച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും പലർക്കും ടിക്കറ്റ് ലഭിച്ചില്ല. പണം മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും തട്ടിപ്പ് നടത്തിയവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ആർക്കും ഇതുവരെ പണം തിരികെ ലഭിച്ചിട്ടുമില്ല. ദമ്പതികളിൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ തെളിവുകൾ സഹിതമാണ് പ്രവാസികൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.